പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഇന്ന് പുലർച്ചെ ഇന്ത്യ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ അങ്ങനെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറിയിരിക്കുന്നു പാകിസ്ഥാന്. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിയ സൈനിക നടപടിയിൽ കൊടും ഭീകരൻ മസൂദ് അസറിന്റെ വീടും തകർത്തതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് മസൂദ് അസറിന്റെ വീടും തകർന്നത്. ഇന്ത്യൻ സേനകളുടെ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ മൂത്ത സഹോദരി ഉൾപ്പെടെയുള്ള 14 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായി വിവിധ പാക് മാധ്യമങ്ങളും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവരും പറയുന്നു. 10 പേർ മസൂദിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അസറിന്റെ അമ്മയുടെയും അടുത്ത സഹായിയും മറ്റ് 2 അടുത്ത സഹായികളും കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഭീകരൻ മസൂദ് അസറിനെ താമസിപ്പിച്ചിരുന്ന ലാഹോറിൽ കനത്ത സുരക്ഷയാണ് പാക് സൈന്യത്തിന്റെയും ISIയുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ട വാർത്ത അറിഞ്ഞ് മസൂദ് അസർ ഞാനും കൂടി മരിച്ചിരുന്നെങ്കിൽ നന്നായി എന്ന് പ്രതികരിച്ചിരുന്നു. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത്. മെയ് 7-ാം തീയതി പുലർച്ചെയായിരുന്നു വ്യോമ, കര, നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയവയുടെ പ്രധാന താവളങ്ങളെല്ലാം ഇന്ത്യൻ ആക്രമണത്തിൽ തകർത്തു എന്നാണ് റിപ്പോർട്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബഹാനള്ള, ലഷ്കർ ആസ്ഥാനമായ മുരിഡ്കയിലെ മർക്കസ് തോയ്ബ, ജെയ്ഷെ കേന്ദ്രങ്ങളായ സർജാൽ, കോട്ലിയിലെ മർക്കസ് അബ്ബാസ്, മുസഫറാബാദിലെ സൈനുദ ബീലൽ ക്യാമ്പ്, ലഷ്കർ ക്യാമ്പുകളായ ബർനാലയിലെ മർക്കസ് അഹ്ലെ ഹാദിദ്, മുസഫാബാദിലെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ താവളമായ സിയാൽകോട്ടയിലെ മെഹ്മുന ജോയ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. അതേസമയം ഇന്ത്യയുടെ സംയുക്ത ഓപ്പറേഷനിൽ 70 പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായിട്ടായിരുന്നു റിപ്പോർട്ട്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. അതേസമയം 32 പേരാണ് കൊല്ലപ്പെട്ടതെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ നേതാക്കളായ അബ്ദുൾ മാലിക്, മുദസ്സിർ എന്നിവരും ഉൾപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്ന കൊടും ഭീകരരാണ് അബ്ദുൾ മാലിക്കും മുദസ്സിറും. ലഷ്കർ കേന്ദ്രമായ പാകിസ്ഥാനിലെ മുരിഡ്കയിലെ മർക്കസ് തോയ്ബയ്ക്ക് നേരെ നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. 24 മിസൈലുകൾ പ്രയോഗിക്കാൻ ഇന്ത്യക്ക് 25 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. മെയ് 7-ന് പുലർച്ചെ 1:05 മുതൽ പുലർച്ചെ 1:30 വരെ നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ സംയുക്തമായിട്ടാണ് നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് നൽകിയിരുന്ന പേര്. എന്തായാലും പാകിസ്ഥാൻ ഇനി തിരിച്ചടിക്കില്ല എന്ന കാര്യത്തിൽ പാക് പ്രതിരോധ മന്ത്രി തന്നെ പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ എന്തായാലും ആകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പാകിസ്ഥാൻ.